എനിക്കാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ 5 പ്ലാറ്റ്ഫോം ഉണ്ട്. 2 യൂട്യൂബ് തന്നെ എനിക്ക് സ്വന്തമാണ്. എൻ്റെ സ്വന്തം, വേറെ ആരുടെയും അല്ല. 2 യൂട്യൂബ് തന്നെ സ്വന്തമുണ്ട്. ഒന്ന് അംബീസ് ബ്ലോഗ്, ഒന്ന് ശങ്കരീസ് വേൾഡ്, പിന്നെ ഒന്ന് ഫേസ്ബുക്ക് ഉണ്ട്, പിന്നെ ഒരു ഇൻസ്റ്റ ഉണ്ട്, പിന്നെ മോജൊരെണ്ണമുണ്ട്. ഞാൻ ഇതിനകത്തിലെല്ലാം നിരന്തരം ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞ് എനിക്ക് ഒരു കഴിക്കാൻ പോലും എനിക്ക് സമയമില്ല. അങ്ങനെ ഞാനിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുവാണ്. എൻ്റെ വീഡിയോസൊക്കെയാണ് എൻ്റെ സ്വന്തം കണ്ടന്റ്. ഞാൻ ഇതുപോലെ ഇപ്പം വന്നിരുന്ന നിങ്ങളോട് പറയുന്നില്ലേ, അതുപോലെ എൻ്റെ സ്വന്തം കണ്ടന്റാ മിക്കതും ഞാൻ ചെയ്യുന്നത് കേട്ടോ. ആദ്യമൊക്കെ ഉള്ളായിരുന്നു, ഇപ്പോൾ ഞാൻ എല്ലാം സ്വന്തം എൻ്റെ ഓൺ വോയിസിലാണ് ഞാൻ വീഡിയോ ചെയ്തിടുന്നത്. എന്നിട്ടാണ് എൻ്റെ വീഡിയോ മറ്റുള്ളവരെടുത്തോണ്ട് പോയി. എനിക്കിപ്പം 2 മില്യൺ വ്യൂസ് ഉണ്ടെങ്കിൽ എൻ്റെ എടുത്തോണ്ട് പോയി ചിലർ മോട്ടിച്ച് കൊണ്ടുവന്നിടുവേ. അവർക്കാണ്, എന്നോടൊന്ന് ചോദിക്കത്ത് പോലും ഇല്ല. അവർക്കാണെന്ന് വരികയില്ല, ആരെങ്കിലുമൊക്കെ എനിക്ക് അയച്ചു തരും. അല്ലെ എൻ്റെ വീഡിയോയുടെ ആഡ് ഞാൻ പോയി നോക്കും ആരൊക്കെ എടുത്തിട്ടുണ്ടെന്ന്. ഒരുപാട് ആൾക്കാർ ഞാൻ എടുത്തിടും. അപ്പം എനിക്ക് കുഴപ്പമൊന്നും, എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് 2 മില്യൺ ഉണ്ട്, അവർക്ക് 4 മില്യൺ കാണും വ്യൂസൊക്കെ. അതല്ല എൻ്റെ സങ്കടം, അതൊന്നും അല്ല. അപ്പം ഞാൻ ഇതിനകത്തിലെല്ലാം വീഡിയോ ഇങ്ങനെ നിരന്തരം പോസ്റ്റ് ചെയ്യുവേ. 5 മില്യൺ വരെ എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ആൾക്കാർ കണ്ടുപോയിട്ടുണ്ട്. ഞാൻ പിൻ ചെയ്ത് വരെയും വെച്ചിട്ടുണ്ട് കേട്ടോ ഫേസ്ബുക്കിലുമൊക്കെ. അപ്പോൾ ആണെങ്കിൽ ഉണ്ടല്ലോന്നേ, ഇന്ന് നാഴിക വരെ ഒരു മനുഷ്യർ എന്നെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ചിട്ടില്ല. ഒരു ചാനലുകാരും ഒരു മീഡിയക്കാരും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ, ഇത്രയും ആൾക്കാർ 5 മില്യൺ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ 50 ലക്ഷം ആൾക്കാർ കണ്ടുപോയിട്ടുമാണ്. ഇത്രയും ലക്ഷങ്ങൾ കണ്ടിട്ട് ഒരു മനുഷ്യർ പോലും ഒരു ഇന്റർവ്യൂവിന് എന്നെ ഇന്ന് വരെയും വിളിച്ചിട്ടില്ലെന്ന്. സത്യം പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യത്തില്ലെന്ന്. അപ്പോഴാണ് എനിക്കങ്ങ് ഭയങ്കര സങ്കടം വരും, എന്നെ ആരും വിളിച്ചില്ലല്ലോ എന്ന് ഓർത്ത്. അപ്പം നിങ്ങൾക്കെങ്ങാണോ ആരെങ്കിലും പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കാൻ പറയണേ എന്നെ ഇന്റർവ്യൂവിന്. കാണാൻ എനിക്കാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ സ്വന്തം കണ്ടന്റാ ചെയ്യുന്നതും, എന്നിട്ട് എന്നെ ആരും വിളിക്കുന്നില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാണ്. എല്ലാവരും വിളിച്ച് ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു കൊതിയാണ്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഒന്ന് വിളിക്കാൻ പറയണേ കേട്ടോ. അപ്പം ഈ വീഡിയോയിൽ എന്നെ ആരെങ്കിലും ഒക്കെ ഇന്റർവ്യൂവിന് വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ബൈ.